ഹർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ വൻ ചർച്ചകളാണ് IPL ലോകത്ത് നടക്കുന്നത്. ഹർദിക് CSKയിലെത്തിയാൽ സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം മുംബൈയുടെ അടുത്ത ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി സഞ്ജു മാറും. ഇതാണ് പ്രധാന ചർച്ച. എന്നാൽ ഇത് വെറും ഒരു ഗോസിപ്പാണോ, അതോ ഇതിന് പിന്നിൽ വൻ തന്ത്രങ്ങളുണ്ടോ? CSKയുടെ അടുത്ത സീസണിലെ മാസ്റ്റർ പ്ലാൻ എന്താകുമെന്ന് നോക്കാം. IPL 2027 സീസണിന് മുന്നോടിയായുള്ള കൂടുമാറ്റ ചർച്ചകൾ സജീവമാണ്. ഇതിനോടകം ഋഷഭ് പന്തിന്റെയും കുൽദീപ് യാദവിന്റെയും കൂടുമാറ്റം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഹർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടാണ്. ഹർദിക് വരുന്ന സീസണിന് മുമ്പ് കൂടുമാറ്റം നടത്തുമെന്ന് ഉറപ്പാണ്. അത് എങ്ങോട്ടായിരിക്കുമെന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഹർദിക്കിനെ ടീമിലെത്തിക്കാൻ നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. മുംബൈയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആയുഷ് മാത്രയും ശിവൻ ദുബെയും മുംബൈ ഹർദിക്കിന് പകരമായി ചോദിക്കുന്നുണ്ട്. ദുബൈ അല്ലെങ്കിൽ ഡെവാൾഡ് ബ്രവിസിന് നൽകണമെന്നാണ് മുംബൈയുടെ ആവശ്യം. എന്നാൽ ഇതിനോട് CSK സമ്മതം മൂളിയിട്ടില്ല. എന്നാൽ CSK ഹർദിക്കിനെ ടീമിലെത്തിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് വിവരം. CSKയിലേക്ക് ഹർദിക് വരുമ്പോൾ പകരം മുംബൈയിലേക്ക് സഞ്ജു സാംസൺ പോകണമെന്ന അഭിപ്രായം ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നുണ്ട്. ഇതിന് ചില കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, ഹർദിക് വന്നാൽ സഞ്ജുവിന് പിന്നെ CSKയുടെ നായകസ്ഥാനം പ്രതീക്ഷിക്കാനാവില്ലെന്നതാണ്. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദാണ് CSKയുടെ നായകൻ. എന്നാൽ ഋതുരാജിന് കീഴിൽ CSK പ്രതീക്ഷിച്ച മികവ് കാട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ പുതിയ നായകനിലേക്ക് വരുന്ന സീസണിന് ശേഷം CSK കടന്നേക്കും. നിലവിൽ സഞ്ജു സാംസണാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഹർദിക് എത്തിയാൽ സ്വാഭാവികമായും ഹർദിക്കിന് മുൻതൂക്കം ലഭിക്കും. കാരണം IPLൽ കിരീടം നേടിയ നായകനാണ് പേസ് ഓൾറൗണ്ടറായ ഹർദിക്. സഞ്ജു സാംസന് കീഴിൽ കളിക്കാൻ ഹർദിക് വലിയ താല്പര്യം കാട്ടിയേക്കില്ല. അതുകൊണ്ട് തന്നെ ടീമിനുള്ളിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി ഇത് മാറാം. രാജസ്ഥാൻ റോയൽസിൽ സംഭവിച്ചതുപോലെ അവസാന സമയത്ത് സഞ്ജുവിനെ ഒതുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കുമെന്നാണ് ആരാധകർ ഭയപ്പെടുന്നത്. CSKയിൽ സഞ്ജുവിനെ പിന്തുണക്കാൻ ധോണി എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ധോണി CSKയുടെ താരമായി അടുത്ത സീസണിൽ ഉണ്ടായേക്കില്ല. ധോണി പരിശീലക സംഘത്തോടൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ മുംബൈയിലേക്ക് സഞ്ജു സാംസൺ പോയാൽ വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. നിലവിൽ മുംബൈക്ക് മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റോൾ അനായാസമായി സഞ്ജുവിന് ലഭിക്കും. കൂടാതെ സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്ന രോഹിത് ശർമ്മയും ജസ്പ്രീത് ബൂംറയും സൂര്യകുമാർ യാദവും മുംബൈ ടീമിലുണ്ട്. രോഹിത് വരുന്ന സീസണോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും. ഇതോടെ മുംബൈയുടെ ഓപ്പൺ റോളിലേക്കും സഞ്ജുവിന് എത്താനാവും. നിലവിൽ മുംബൈയുടെ പ്രധാന താരങ്ങളെല്ലാമായി സഞ്ജുവിന് മികച്ച ബന്ധമാണുള്ളത്. എന്നാൽ ഇത്തരമൊരു കൂടുമാറ്റത്തിന് സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. 18 കോടിക്ക് അവസാന സീസണിൽ CSK ടീമിലെത്തിച്ച സഞ്ജുവിനെ ഒറ്റ സീസൺ കൊണ്ട് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും അവർ തയ്യാറാകില്ലെന്ന് നിസ്സംശയം പറയാം. MS ധോണിക്ക് കീഴിൽ 5 കിരീടം നേടിയിട്ടുള്ള CSK ഋതുരാജ് ഗെയ്ക്വാദ് നായകനായോടെ തകർന്നടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ടീമിന് വരുന്ന സീസണിൽ ശക്തമായ തിരിച്ചുവരവ് അത്യാവശ്യമാണ്. സഞ്ജുവും ഹാർദിക്കും ചെന്നൈയിൽ കളിക്കുകയാണെങ്കിൽ കപ്പിലേക്ക് എത്താൻ CSK എവിടെയാണ് മാറേണ്ടതെന്ന് കൂടി നോക്കാം. ഓപ്പണിംഗിൽ ആയുഷ് മാത്രമേ സഞ്ജു സാംസൺ കൂട്ടുകെട്ടാണ് ഇതിൽ പ്രധാനമായും വരുത്തേണ്ടത്. സഞ്ജു വിക്കറ്റ് കാത്ത് കളിക്കുമ്പോൾ ആയുഷ് മാത്രമേ കടന്നാക്രമിക്കും. ഈ കൂട്ടുകെട്ടിന് മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും സാധിക്കും. 3-ാം നമ്പറിൽ ഋതുരാജ് ഗെയ്ക്വാദ് കളിക്കണം. ഋതുരാജിനെ ആങ്കർ റോളിൽ കളിപ്പിക്കുന്നതാണ് CSKക്ക് ഗുണം ചെയ്യുക. ഒരു വശത്ത് ഋതുരാജ് പിടിച്ചു നിന്ന് കളിച്ചാൽ മറുവശത്ത് ആക്രമിച്ച് കളിക്കാൻ മറ്റു താരങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. 4-ാം നമ്പറിൽ ഡെവാൾഡ് ബ്രവിസ് കളിക്കണം. സൗത്ത് ആഫ്രിക്കൻ യുവതാരം മധ്യനിരയിൽ നടത്തുന്ന പ്രകടനം CSKക്ക് നിർണായകമായി മാറും. ഹർദിക് ടീമിലേക്ക് എത്തുകയാണെങ്കിൽ 5-ാം നമ്പറിൽ അദ്ദേഹത്തെ കളിപ്പിക്കണം. 5-ാം നമ്പറിൽ പാണ്ഡ്യ കളിപ്പിക്കാനായാൽ അത് CSKക്ക് വലിയ കരുത്തായി മാറും. ഹർദിക് പാണ്ഡ്യയുടെ കൂടുമാറ്റവും സഞ്ജു സാംസന്റെ മുംബൈയിലേക്കുള്ള സാധ്യതകളും IPL ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സഞ്ജു മുംബൈയിലേക്ക് പോയാൽ ടീമിന് അത് വലിയ കരുത്താകുമെങ്കിലും 18 കോടി നൽകി ടീമിലെത്തിച്ച സഞ്ജുവിനെ CSK അത്ര വേഗം വിട്ടുകളയാൻ സാധ്യതയില്ല. ഓപ്പണിംഗിൽ സഞ്ജു ആയുഷ് സഖ്യവും നടുവിൽ ഹാർദിക് എത്തുന്നതോടെ അടുത്ത സീസണിൽ വമ്പൻ തിരിച്ചുവരവിന് CSK കോപ്പുകൂട്ടുമെന്ന് ഉറപ്പാണ്. ഇനി കണ്ടറിയേണ്ടത് ചെന്നൈയുടെയും മുംബൈയുടെയും ഈ നീക്കങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ്.